ഹായ് ഹലോ നമ്മൾ ഇന്നത്തെ വീഡിയോ ഡ്രൈ സ്കിൻ ടൈപ്പേഴ്സ് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. ഫസ്റ്റത്തെ പോയിന്റ് വന്നിട്ട് ഒരുപാട് തവണ ക്ലെൻസ് ചെയ്ത് ക്ലെൻസിങ് അധികമാകുമ്പോൾ നമ്മുടെ സ്കിൻ കൂടുതൽ ഡ്രൈ ആവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ദിവസം 2 തവണ ഡ്രൈ സ്കിൻ ടൈപ്പേഴ്സിന് സ്യൂട്ട് ആകുന്ന നല്ലൊരു ഫേസ് വാഷ് വെച്ചിട്ട് ക്ലെൻസ് ചെയ്യാം. ഇനി സെക്കൻഡ് പോയിന്റ് വന്നിട്ട് ചൂടുവെള്ളത്തിലുള്ള കുളിയാണ്. ഡ്രൈ സ്കിൻ ഉള്ളവർ കൂടുതൽ ചൂടുവെള്ളത്തിൽ കുളിക്കാതിരിക്കുന്നതാണ് നല്ലത്. കാരണം നമ്മുടെ സ്കിന്നിലെ ആവശ്യമായിട്ടുള്ള ഓയിൽനെസ് ഒക്കെ റിമൂവ് ചെയ്യും. അതുകൊണ്ട് തന്നെ എത്ര തണുത്ത കാലാവസ്ഥയിലാണെങ്കിലും ലൈറ്റ് ചൂടുവെള്ളത്തിൽ കുളിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി തേർഡ് പോയിന്റ് വന്നിട്ട് ഡബിൾ ക്ലെൻസിങ് ആണ്. നമ്മൾ കുളിക്കാൻ പോകുന്നതിന് ഒരു അരമണിക്കൂർ മുന്നേ സാധാരണ വെളിച്ചെണ്ണ ഫേസിലും കഴുത്തിലും കാലിലും കയ്യിലൊക്കെ ഒന്ന് അപ്ലൈ കൊടുക്കുക. എന്നിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് കുളിക്കുന്ന സമയത്ത് നമ്മൾ ഏതാണോ ക്ലെൻസർ യൂസ് ചെയ്യുന്നത് അത് വെച്ചിട്ട് നമുക്ക് ക്ലെൻസ് ചെയ്യാം. ഇനി അടുത്തൊരു പോയിന്റ് വന്നിട്ട് ഡ്രൈ സ്കിൻ ടൈപ്പേഴ്സ് എന്തായാലും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ ഇത്. പലരും കുളി കഴിഞ്ഞ ഉടനെ തന്നെ ടവൽ വെച്ചിട്ട് ഫേസും കയ്യും കാലൊക്കെ തുടക്കുന്നത് കണ്ടിട്ടുണ്ട്. ഇങ്ങനെ ഒരിക്കലും ചെയ്യരുത്. ആ ഒരു ചെറിയ നനവോട് കൂടി തന്നെ നിങ്ങൾ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുക. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ആ ഒരു മോയ്സ്ചറൈസറിന്റെ എഫക്റ്റീവ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടുന്നത് ഈ ഒരു ടൈമിലാണ്. അപ്പോൾ ഡ്രൈ സ്കിൻ ടൈപ്പേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക.